ഹിന്ദുസ്ഥാൻ ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പഞ്ചാംഗങ്ങൾ പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരിക്കപ്പെടുന്ന നാളുകളാണിത്. അതുകൊണ്ട് പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ എന്ത്, അതെന്തിന് എന്ന വിഷയം ഇന്ന് ചർച്ച ചെയ്യാം. ഈ പഞ്ചാംഗം എന്നെല്ലാം പറഞ്ഞാൽ അത് പഴഞ്ചനല്ലേ, ഈ ന്യൂജൻ കാലത്ത് അതിനെന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നവരുമുണ്ടല്ലോ. അതുകൊണ്ട് പഞ്ചാംഗം എന്നാൽ എന്തെന്നും അതെന്തിനാണെന്നും അതിൻ്റെ പ്രസക്തി എന്തെന്നും തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ മലയാളികൾക്ക് സ്വന്തമായൊരു വർഷമുണ്ട്. കൊല്ലവർഷം എന്നാണ് അതിന് പേര്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൊല്ലം എന്ന് പറഞ്ഞാൽ 1201 കൊല്ലവർഷം. 1201 1202 കടക്കുന്നു. ചിങ്ങമാസത്തിൽ ആരംഭിച്ച് ചിങ്ങം 1 ആരംഭിച്ച് കർക്കിടകത്തിൽ അവസാനിക്കുന്നതാണ് കൊല്ലവർഷം. പണ്ട് കൊല്ലം എന്ന സ്ഥലത്ത് കൂടിയ പണ്ഡിതസഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ നിർദ്ദേശം അനുസരിച്ച് ആരംഭിച്ച വർഷമാണിത് എന്നുള്ളതുകൊണ്ടാണ് കൊല്ലവർഷം എന്ന പേര് വന്നത്. അല്ലെങ്കിൽ കൊല്ലം എന്ന് പറഞ്ഞാലും വർഷം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഒരു പക്ഷേ. ഇത് കൊല്ലത്ത് ചേർന്ന വർഷം എന്ന രീതിയിലാണ് കൊല്ലവർഷം എന്ന പേര് വന്നത്. ആ കൊല്ലവർഷാരംഭം ചിങ്ങം 1 ആ ചിങ്ങം 1 നമ്മുടെ കർഷക ദിനമായിട്ടും മറ്റു പല മലയാളികളുടെ സ്വന്തം ദിനമായിട്ടും പുതുവർഷ ദിനമായിട്ടെല്ലാം ആചരിക്കുന്നുണ്ടല്ലോ. അതായത് മലയാളിയുടെ സ്വന്തം വർഷമായ കൊല്ലവർഷം ആരംഭിക്കുന്നത് ചിങ്ങം 1 ഈ ചിങ്ങം 1 മുതൽ ഈ മലയാളിയുടെ കൊല്ലവർഷത്തിലെ ഈ പുതിയ വർഷത്തിലെ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ഓരോ ദിവസത്തെയും കൃത്യമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ഒരു പുസ്തകമാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. ഒരു കാലനിർണയ പുസ്തകം എന്ന് പറയാം. കലണ്ടർ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ദിവസങ്ങളിലെ ചെറിയ കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തി നമ്മൾ ചുമരിൽ തൂക്കുന്ന കലണ്ടർ പോലെ അതിനേക്കാൾ ആഴത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ വിശദമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുസ്തക രൂപത്തിൽ തയ്യാറാക്കുന്നതാണ് പഞ്ചാംഗം. അത് കൊല്ലവർഷം ആരംഭ ദിവസം മുതൽ ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം അവസാനിക്കുന്ന ദിവസം വരെ ഉള്ള എല്ലാ ദിവസങ്ങളിലെയും മുഴുവൻ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ആ മുഴുവൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ സൂര്യോദയം, സൂര്യാസ്തമയം, ഗ്രഹങ്ങളിലെ സ്ഥാനം മുതലായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. പഞ്ചാംഗം എന്ന വാക്ക് തന്നെ അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇത് പഞ്ച അംഗമാണ്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ 5 അംഗങ്ങളോട് കൂടിയത് എന്നാണ് അർത്ഥം. 5 അംഗങ്ങൾ ചേർന്ന പുസ്തകം ആണിത് പഞ്ചാംഗം. അപ്പോൾ ഏതൊക്കെയാണ് 5 അംഗങ്ങൾ എന്നറിയേണ്ടതുണ്ട്. ഈ പഞ്ചാംഗം എന്നുള്ളതിനെ ഡെഫിനിഷനായിട്ട് നിർവചനമായിട്ട് പറയുന്നത് നക്ഷത്രവാരതിഥയ കരണാനിയോഗാഹ പഞ്ചാംഗമിത്യഭിഹിതം എന്നാണ്. പഞ്ചാംഗം എന്നതിനെക്കുറിച്ച് സംസ്കൃതത്തിൽ പറയുന്ന നിർവചനം നക്ഷത്രവാരതിഥയ കരണാനിയോഗാഹ പഞ്ചാംഗമിത്യഭിഹിതം എന്ന്. നക്ഷത്രം, വാരം, തിഥി, കരണം, യോഗം ഈ 5 അംഗങ്ങൾ ചേർന്നതാണ് പഞ്ചാംഗം എന്നാണ് ആ നിർവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പഞ്ചാംഗം എന്ന വാക്കിന് നിർവചനമായിട്ട് പല ഗ്രന്ഥങ്ങളിലും അതിൻ്റെ നിർവചനം കൊടുത്തിട്ടുണ്ട്. മുഹൂർത്ത ചിന്താമണി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തിഥിർവാരശ്ച നക്ഷത്രം യോഗകരണമേവച്ച പഞ്ചാംഗമിതി വിജ്ഞേയം മുഹൂർത്തേഷു വിശേഷത എന്ന മുഹൂർത്ത ചിന്താമണി എന്ന പുസ്തകത്തിൽ പറയുന്നു. ഇത് മുഹൂർത്ത കാര്യങ്ങളിലൊക്കെയാണ് നോക്കുക എന്ന് പറയുന്നു. കാലപ്രകാശിക, മുഹൂർത്ത മാർത്തണ്ഡം തുടങ്ങി പല ഗ്രന്ഥങ്ങളിലും പഞ്ചാംഗം എന്നാൽ എന്ത് എന്നുള്ള ആ നിർവചന രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഇത് മുഹൂർത്ത കാര്യങ്ങളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ജ്യോതിഷ കാര്യങ്ങളിൽ മാത്രമല്ല, ഇതൊരു കാലനിർണയ പുസ്തകമാണ്. ഓരോ ദിവസത്തെയും അവസ്ഥ, ഓരോ ദിവസത്തെയും ഭൂഗോളങ്ങളുടെ അവസ്ഥ മുതലായ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഈ പഞ്ചാംഗം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വിവിധ ജ്യോതിഷ സംഘടനകൾ, പല സമുദായ സംഘടനകൾ, പല പത്രമാധ്യമ സ്ഥാപനങ്ങൾ, ഗുരുവായൂർ ദേവസ്വം ഉൾപ്പെടെയുള്ള ദേവസ്വങ്ങൾ, അതിനു പുറമെ പല വ്യക്തികളുടെയും നേതൃത്വത്തിൽ ഉള്ള സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങളെല്ലാം പഞ്ചാംഗം ഇറക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ തന്നെ മലയാളം പഞ്ചാംഗങ്ങൾ ഒട്ടേറെ ഇറങ്ങുന്നുണ്ട്. അതെല്ലാം പ്രസിദ്ധീകരിക്കുന്നൊരു ദിവസങ്ങളാണിത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇത് പഞ്ചാംഗം പോലുള്ള പഞ്ചാംഗങ്ങൾ അതത് മാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതത് സംസ്ഥാനത്തെ, അതത് പ്രദേശത്തെ രീതി അനുസരിച്ച് പഞ്ചാംഗങ്ങൾ ഇന്ത്യ പഞ്ചാംഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഈ കൊല്ലവർഷ പിറവിയോട് അനുബന്ധിച്ചാണ്, ചിങ്ങമാസത്തിന് മുന്നോടിയായിട്ടാണ് പഞ്ചാംഗങ്ങൾ ഇറങ്ങുന്നത് എന്ന് മാത്രം.
അങ്ങനെ നമ്മൾ കേരളത്തിൽ ഉള്ള ഈ പഞ്ചാംഗങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചംഗങ്ങളാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ അഞ്ചംഗങ്ങൾ മാത്രമല്ല പഞ്ചാംഗം എന്ന് പറയുന്നത്. ഈ ചിങ്ങമാസം 1-ാം തീയതി മുതൽ, കൊല്ലവർഷത്തിലെ 1-ാം ദിവസം മുതൽ അവസാന ദിവസം വരെയുള്ള ഓരോ ദിവസത്തെയും മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് പഴഞ്ചൻ എന്ന് നമുക്ക് പറഞ്ഞ് തള്ളേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷ കാര്യത്തിന് ഉപയോഗിക്കുന്ന പുസ്തകം എന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇത് പ്രകൃതിയെക്കുറിച്ച്, ഓരോ ദിവസത്തെയും പ്രകൃതിയുടെ അവസ്ഥ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്ന പുസ്തകം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അഞ്ച് അംഗങ്ങൾ പറഞ്ഞു, നക്ഷത്ര, വാര, തിഥി, കരണം. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഓരോ പഞ്ചാംഗത്തിലും ഓരോ ദിവസവും എന്നാണ്, എത്ര മണിക്കാണ് സൂര്യോദയം, എത്ര മണിക്കാണ് സൂര്യാസ്തമയം, ഓരോ ജ്യോതിർഗോളങ്ങളും അന്തരീക്ഷത്തിൽ, നമ്മളെ ആകാശചക്രത്തിൽ എവിടെ നിൽക്കുന്നു, സൂര്യൻ എന്ന ഗോളത്തിൻ്റെ കൃത്യമായ സ്ഥാനം 360 ഡിഗ്രി ഉള്ളതാണ് ആകാശവൃത്തം എന്ന് പറയുന്നത്. അതിൽ കൃത്യമായ സ്ഥാനം ഏത് ഡിഗ്രിയിലാണ്, ഏത് ഡിഗ്രി, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ്, കൃത്യമായ ആ പൊസിഷൻ സൂചിപ്പിക്കുന്നതാണ്. ഓരോ ദിവസത്തെയും ചിങ്ങം 1-ന്, ചിങ്ങം 2-ന്, ചിങ്ങം 3-ന്, അങ്ങനെ ഓരോ ദിവസത്തെയും ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം, സൂര്യൻ എന്ന നക്ഷത്രം, അതുപോലെ ചന്ദ്രൻ എന്ന ഉപഗ്രഹം, ചൊവ്വ, ബുധൻ മുതലായ ഗ്രഹങ്ങൾ, രാഹു, കേതു മുതലായ തമോ ബിന്ദുക്കൾ എന്ന് പറയും. ഇതിനെല്ലാം കൂടി പ്രാചീന ഭാരതത്തിലെ, നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിലെ ഒക്കെ നവഗ്രഹങ്ങൾ എന്ന് വിളിച്ചിരുന്നു. അപ്പം അങ്ങനെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയും ബുധൻ, വ്യാഴം, ശുക്രൻ മുതലായ ശനി മുതലായ ഗ്രഹങ്ങളുടെയും ഒക്കെ കൃത്യമായ സ്ഥാനം ഓരോ ദിവസത്തെയും, ചിങ്ങം 1 മുതൽ അടുത്ത ഈ വർഷം അവസാനിക്കുന്ന കർക്കിടക അവസാന ദിവസം വരെ, കർക്കിടകം 31, 32 ഒക്കെ ഉണ്ടാവും, ആ ദിവസം വരെയുള്ള ഓരോ ദിവസത്തെയും ഗ്രഹങ്ങളുടെ കൃത്യമായ പൊസിഷൻ സൂചിപ്പിക്കുന്ന ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് ഒക്കെ ഉൾപ്പെടുത്തി കൊടുക്കുന്നതാണ് പഞ്ചാംഗം എന്ന പുസ്തകം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ ഉപയോഗിക്കത്തക്ക പുസ്തകം തന്നെയാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്, ഗ്രഹങ്ങളുടെ പൊസിഷൻ അറിയാൻ. പിന്നെ അത് ഒരുപടി കൂടി കടന്ന് ഗ്രഹങ്ങളുടെ പൊസിഷൻ മാത്രമല്ല, ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം, ഈ ഗ്രഹങ്ങളെ കൃത്യമായി ഓരോ ദിവസത്തെയും നക്ഷത്രം, തിഥി പോലെ നേരത്തെ പറഞ്ഞ പഞ്ചാംഗങ്ങൾ, അതിനു പുറമെ ഈ മുഹൂർത്തങ്ങൾ, നല്ല ദിവസങ്ങൾ എന്നൊക്കെ പറയുന്ന പ്രൊഡക്റ്റീവ് ആസ്ട്രോളജിയുടെ ഭാഗമാണ്. ഈ ഓരോ ഗ്രഹങ്ങളും ഓരോ ജ്യോതിർഗോളങ്ങളും ഏത് ഡിഗ്രിയിൽ വന്നാൽ എന്ത് ഫലം തരും എന്നുള്ളത് അത് പ്രൊഡക്റ്റീവ് ആസ്ട്രോളജിയുടെ ഭാഗമാണ്. അതല്ലാതെ തന്നെ അതിൻ്റെ അസ്ട്രോണമി സൈഡിൽ നോക്കിയാൽ തന്നെ, ജ്യോതിശാസ്ത്ര ഭാഗത്ത് നിന്ന് നോക്കിയാൽ തന്നെ ആ ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനം നമുക്ക് കിട്ടാൻ പറ്റുന്നു. ജ്യോതിശാസ്ത്രം ആധുനിക ജ്യോതിശാസ്ത്രത്തിലും പറയുന്ന അതേ സ്ഥാനം തന്നെയാണ് പ്രാചീന ഭാരതത്തിലെ ഭാരതീയ ഈ ഗണിത വിദ്യയിലൂടെ നമ്മൾ കണ്ടെത്തിയിരുന്നത്. അതുപോലെ ഗ്രഹണങ്ങൾ, ആ ഒരു വർഷം നടക്കുന്ന ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, ഏതൊക്കെ ദിവസങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ, ആ കൊല്ലം ഗ്രഹണം ഉണ്ടോ മുതലായ കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായി തന്നെ അത് പറയുന്നു. അതിൻ്റെ തുടക്ക സമയവും അവസാനിക്കുന്ന സമയം വരെ കൃത്യമായിട്ട് കൊടുക്കുന്ന പുസ്തകമാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. പിന്നെ ആധുനിക പഞ്ചാംഗങ്ങളിലാണെങ്കിൽ ഇതിനൊക്കെ പുറമെ, ഈ ഗ്രഹങ്ങളെ, ജ്യോതിർഗോളങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് പുറമെ വിവാഹ വിഷയങ്ങൾ, മറ്റേ ഒരു വർഷത്തെ മൊത്തം പ്രൊഡക്റ്റീവ് അസ്ട്രോളജിയുടെ ഭാഗമായിട്ടുള്ള നക്ഷത്രഫലം പറയുന്നു. പിന്നെ മറ്റു പല കാര്യങ്ങളും, ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഐതിഹ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തി പൊതുജനത്തിന് വേണ്ട എല്ലാ വിജ്ഞാന വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ആധുനിക പഞ്ചാംഗങ്ങളിൽ മിക്കതും പുറത്തിറങ്ങുന്നത്. ഏതായാലും പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ പഞ്ചാംഗം തന്നെയാണ്, 5 അംഗങ്ങൾ തന്നെയാണ്. അത് നക്ഷത്രം, വാരം എന്ന് വെച്ചാൽ ആഴ്ച, തിഥി, പിന്നെ കരണം, യോഗം, ഈ 5 എണ്ണം തന്നെയാണ്. ഈ 5 എണ്ണമാണ് പ്രധാനം. ഓരോ ദിവസത്തെയും ഈ 5 എണ്ണം എന്ത് എന്നാണ് ഈ പഞ്ചാംഗത്തിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. അതിന് പുറമെയാണ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഓരോന്നും എന്ത് എന്നുള്ളതിനെക്കുറിച്ച്, നക്ഷത്രം എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം അല്ലെങ്കിൽ ഒരു ദിവസത്തെ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്ത്, അതുപോലെ ആഴ്ച എന്ന് പറഞ്ഞാൽ എന്ത്, തിഥി എന്ത്, കരണം എന്ത്, യോഗം എന്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അടുത്ത ഓരോ വീഡിയോകളിലായിട്ട് നമുക്ക് നോക്കാം. നമസ്കാരം.